നമസ്കാരം. ഇതാണോ പി ജയരാജന്റെ ആത്മകഥ? സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ബുധനാഴ്ച പ്രചരിച്ച ആ 180 പേജുള്ള കുറിപ്പ് വായിച്ചാൽ കേരളം അറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് ആരുമൊന്ന് സംശയിച്ചു പോകുമെന്നതിൽ സംശയമൊന്നുമില്ല. ചില ഭാഗങ്ങളൊക്കെ പിയുടെ ആത്മകഥാ സ്പർശമുള്ളതാണെങ്കിലും ബാക്കി പലയിടത്തും പാർട്ടി റിപ്പോർട്ടിംഗ് ശൈലിയുണ്ട്. ഇത് തൻ്റെ ആത്മകഥയല്ലെന്ന പിയുടെ വാദം ശരിവെക്കും വിധമാണ് പലയിടത്തും ലേഖനത്തിന്റെ ഘടനയും. ചിലർ വാഴ്ത്തുന്നത് പോലെ തന്നെ ധീരസാഹസികതയുള്ള വ്യക്തിയായിരുന്നു വി രാഘവൻ എന്ന് ചോദിച്ചാൽ 1.5 പതിറ്റാണ്ടോളം ഒന്നിച്ചു പ്രവർത്തിച്ച എൻ്റെ ഉത്തരം അല്ല എന്നാണ്. ആത്മകഥ എന്ന പേരിൽ പ്രചരിക്കുന്ന ലേഖനത്തിലേതാണ് ഈ ഭാഗം. ജില്ലാ സെക്രട്ടറി ആയിരിക്കെ മരണത്തെ രേഖാമൂലം കണ്ടതിനെ കുറിച്ചും പാനൂരിൽ RSSന്റെ ബോംബാക്രമണത്തിനിരയായതുമൊക്കെ ലേഖനത്തിലുണ്ട്. ദേശാഭിമാനിയിലെ പ്രതിസന്ധി അകറ്റാൻ ലോട്ടറി രാജാവായിരുന്ന സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്ന് 2 കോടി രൂപ പരസ്യത്തുക മുൻകൂറായി വാങ്ങിയതിനു പിന്നിൽ താനല്ലായിരുന്നിട്ടും കുരിശിലേറ്റാൻ പലരും ഉണ്ടായി എന്ന കുറ്റപ്പെടുത്തലുമൊക്കെ ഈ PDF-ലുണ്ട്. കേരളത്തിൽ മാത്രമാണ് പാർട്ടി ഭരണത്തിലുള്ളത്. എന്നാൽ ഇവിടെയും അടിയൊഴുക്കുകൾ സംഭവിക്കുകയാണ്. ഇത് മറികടന്ന് മുന്നോട്ടു പോകാൻ രാഷ്ട്രീയവും സംഘടനാപരവുമായ തിരുത്തൽ ഇനി അനിവാര്യമാണ്. എന്തുകൊണ്ട് ജനം ഇടതുപക്ഷത്തെ നിരാകരിക്കുന്നുവെന്നത് വലിയ ചോദ്യമാണ്. തുടർ ഭരണത്തിൽ പ്രാദേശിക നേതാക്കൾക്ക് പോലും തലക്കനമാണ് എന്ന ചിന്ത രൂപപ്പെട്ടു വരികയാണ്. ഒറ്റപ്പെട്ട വ്യക്തികളാണ് ഇങ്ങനെയൊരു പ്രതീതി സൃഷ്ടിക്കാൻ നിമിത്തമാകുന്നതെങ്കിലും അതിന് പൊതു സ്വഭാവം കൈവരുന്ന പ്രചാരണമാണ് എതിരാളികൾ നടത്തുന്നത്. ചില പുഴുക്കുത്തുകൾ കടന്നു വരുമ്പോൾ പോരാട്ടങ്ങളിലൂടെ SFIയും DYFIയും ഉണ്ടാക്കിയെടുത്ത വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. 2ാം പിണറായി സർക്കാർ ഒട്ടേറെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലും കൂടുതലാണ്. സർക്കാരിന്റെ പ്രവർത്തനം വിശദീകരിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു നവകേരള സദസ്സെങ്കിലും അതിനെതിരായ വിമർശനങ്ങളെയും സംഘടനാപരമായി നേരിടാനായില്ല. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ? 3 ജില്ലാ സെക്രട്ടറിമാരാണ് ഇത്തവണ മത്സരിച്ചത്. സംഘടനാ രംഗത്തുള്ളവരെ പാർലമെന്ററി രംഗത്തേക്കും പാർലമെന്ററി രംഗത്തുള്ളവരെ സംഘടനാ രംഗത്തേക്കും മാറ്റുന്നതിന് ഒരു മാനദണ്ഡം പാർട്ടി അവലംബിച്ചിട്ടുണ്ടായിരുന്നു. അത് പാലിച്ചാണോ 3 സെക്രട്ടറിമാർ മത്സരിച്ചത്? അത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കിയതെന്ന് കാലം വിലയിരുത്തേണ്ടതാണ്. അതുപോലെ കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താനായി? സിറ്റിംഗ് MLAമാർ മത്സരിച്ചതിനെ വിലയിരുത്തിയോ? സിറ്റിംഗ് MLAമാർ അല്ലാത്ത യോഗ്യരായ മറ്റ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാനും വിജയിക്കാനും പ്രാപ്തരായിട്ട് പാർട്ടിയിലില്ലേ? 1ാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ആ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല താരതമ്യേന ദുർബലരാണ് എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ വളർന്നു. ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും പ്രചാരണമാണെങ്കിലും നാം എത്രത്തോളം തിരുത്തൽ വരുത്തും എന്നതിനെയും ആശ്രയിച്ചായിരിക്കും മുന്നോട്ടുള്ള പ്രയാണം. തിരുത്തൽ വരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ, തിരുത്തൽ വേണം. അത് അടിമുതൽ മുടി വരെ ആവുകയും വേണം. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് BJPയിൽ ചേരാനുള്ള ചർച്ചയുടെ ഭാഗമായാണ് എന്ന് വരുത്തി തീർക്കാൻ പിന്നെയും കഥകളുണ്ടാക്കി. ശോഭാ സുരേന്ദ്രൻ എന്ന BJP വനിതാ നേതാവായിരുന്നു അതിന് പിന്നിൽ. തൃശൂർ ഗസ്റ്റ് ഹൗസിലും ഡൽഹിയിലും എറണാകുളത്തും അവരോടൊപ്പം BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് അവർ ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് ഞാൻ അവരെ കണ്ടത്. അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിനിടെയാണ്. എറണാകുളത്ത് മകനെ അവർ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു. തുടർന്ന് 1-2 തവണ അവനെ വിളിച്ചു. പക്ഷേ അവൻ ഫോൺ എടുത്തില്ല. എന്നിട്ടും അവർ എത്ര നിസ്സാരമായാണ് തികഞ്ഞ ആധികാരികതയോടെ പച്ചക്കള്ളം പറഞ്ഞത്. കണ്ണൂരിൽ 100 കണക്കിന് പ്രവർത്തകരെ കൊന്നു തള്ളിയിട്ടും കലിയടങ്ങാത്ത ക്രിമിനൽ സംഘത്തിന്റെ നേതാവാണ് K. സുധാകരൻ. അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പിണറായി വിജയൻ അല്ലെങ്കിൽ ഞാൻ എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്കു കാരണം ജാവ്ദേക്കറുടെ സന്ദർശനവും എന്റെ വെളിപ്പെടുത്തലുമാണെന്ന് വരെ കഥയുണ്ടാക്കി. എന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇതാ മാറ്റാൻ പോകുന്നു എന്നുവരെ വാർത്തകൾ സൃഷ്ടിച്ചു. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ അതില്ലെന്ന്
സംസ്ഥാന സെക്രട്ടറി പിന്നീട് വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റാൻ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ എനിക്കുണ്ടായ പ്രയാസം മറച്ചുവെക്കുന്നില്ല. അത് ഏതെങ്കിലും പദവി നഷ്ടപ്പെടുന്നുവെന്ന പ്രയാസമല്ല, എന്നെ ഈ വിഷയത്തിൽ പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ്. മാത്രമല്ല, ഞാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്തിമ തീരുമാനം അവിടെയാണ് ഉണ്ടാകേണ്ടത്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാട് എന്നെക്കുറിച്ച് പ്രവർത്തകരിലും അണികളിലും തെറ്റിദ്ധാരണ പരത്താൻ ഇടയാക്കി എന്ന വസ്തുത മറച്ചു വെക്കുന്നുമില്ല. ഈ തിരഞ്ഞെടുപ്പ് കാലത്തും എന്റെ ഭാര്യയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് ഒരു വനിതാ കേന്ദ്രമന്ത്രി ഇരിക്കുന്ന ചിത്രത്തിൽ നിന്ന് അവരുടെ തല വെട്ടിമാറ്റി ഇന്ദിരയുടെ തല വെച്ചായിരുന്നു പ്രചാരണം. എനിക്കും കുടുംബത്തിനും BJP നേതാവുമായി ബന്ധം എന്ന പച്ചക്കള്ളം സൃഷ്ടിക്കാനായിരുന്നു അത്. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകുമല്ലോ. ഡോക്ടർ P സരിൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടാതെയായപ്പോൾ ഇരുട്ടി വെളുക്കും മുൻപുള്ള മറുകണ്ഠം ചാടൽ. ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കണമെന്നത് നേരെ. ഇത്തരത്തിൽ സ്വതന്ത്ര പക്ഷം നിലനിർത്തുന്നതിനെ കുറിച്ച് EMS പലകുറി പറഞ്ഞിട്ടുണ്ട്. പല ഘട്ടത്തിലും നമുക്കത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധിയാണ്. PV അൻവർ അതിലൊരു പ്രതീകമാണ്. പണ്ട് ഉദുമയിൽ നടത്തിയ പരീക്ഷണം ഓർമ്മയിൽ വരികയാണ്. കോൺഗ്രസ് റീബൽ കുഞ്ഞിരാമൻ നമ്പ്യാരെ നമ്മൾ സ്വതന്ത്രനാക്കി ജയിച്ചു, പക്ഷേ മാസങ്ങൾക്കകം മറുകണ്ഠം ചാടി. സമാനമായി സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ എന്നാണ് ഇതിൽ EP പറയുന്നത്. ഇതൊക്കെ EP തന്നെ എഴുതിയതാണോ? EP മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതിയോ? അതോ ഒരു ബുക്ക് എഴുതാൻ ഇത്ര നിസാര സമയം മതിയോ? ഒരു ആത്മകഥ എഴുതാൻ ഇത്ര നിസാര സമയം മതിയോ? അതും കാലം തെളിയിക്കട്ടെ. നന്ദി.